ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മുടെ മക്കൾ വിശുദ്ധമായ ഇസ്ലാമിലൂടെ വളരണം. കാരണം നമ്മളെയും നമ്മുടെ മക്കളെയും വിശുദ്ധമായ ഇസ്ലാമിൽ നിന്ന് വഴിതിരിക്കുവാൻ വേണ്ടി കുറേ ഇബ്ലീസുകൾ, ശൈത്വാന്മാർ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. പഴയ കാലമല്ല ഈ കാലം. പണ്ടത്തെ കാലം ഈ മീഡിയകളൊന്നും ഇല്ലല്ലോ. അപ്പം ഏതെങ്കിലും ഒരു ഭ്രാന്തൻ എന്തെങ്കിലും ഒരു പൊട്ടത്തരം പറഞ്ഞാൽ അതാരും അറിയില്ല. ഇന്നങ്ങനല്ല. ചില അന്തംകമ്മികൾ വിശുദ്ധമായ ഖുർആനെ പറ്റി ഒന്നും പഠിക്കാതെ തോന്നിവാസം പറഞ്ഞാൽ അതും വാട്സപ്പിലും യൂട്യൂബിലും വരും. എല്ലാവരുടെ കൈപ്പത്തിയിലും അതെത്തും. വിശുദ്ധമായ ഖുർആന്റെ ഭാഷ, അറബി ഭാഷയുടെ ബാലപാഠം പഠിക്കാതെ, അതിൻ്റെ അലങ്കാരശാസ്ത്രം പഠിക്കാതെ, അതിൻ്റെ ചമൽക്കാരം പഠിക്കാതെ, അതിൻ്റെ സാഹിത്യങ്ങൾ പഠിക്കാതെ, ഒരു കുന്തു അറിയാതെ ഖുർആൻ പരിഭാഷ വായിച്ച് ഖുർആനെ വിലയിരുത്തുന്ന ചില അൽപ്പന്മാർ. ഇതിനെല്ലാം വഴിയൊരുക്കിയത് ഇവിടുത്തെ വഹാബികളാണ്. മുൻകാല ഉലമായിൻ്റെ ത്വരീക്കുകൾ വലിച്ചെറിഞ്ഞ്, വഴികൾ വലിച്ചെറിഞ്ഞ്, അയിമ്മത്ത് പറഞ്ഞ രീതിശാസ്ത്രം, പഠന മെത്തോളജിയൊക്കെ ഒഴിവാക്കിയിട്ട് അവർ ഹദീസിൻ്റെയും വിശുദ്ധമായ ഖുർആൻ്റെയും പരിഭാഷ എഴുതലും വായിക്കലും അത് വിൽപ്പന നടത്തലൊക്കെ ഹറാമാണ് ചങ്ങായി. ഇതാ നമ്മളെ ഷാഫി മത ഖുർആൻ പരിഭാഷ. ഈ ഖുർആൻ പരിഭാഷയിലൂടെ ഖുർആനെ പഠിച്ച് ഇവർക്ക് 100,000 സംശയങ്ങളാണ്. ആ സംശയങ്ങൾ അകത്ത് വെച്ച് അവസാനം അവർ തന്നെ സ്വയം അതിന് തീരുമാനം കണ്ടെത്തുകയാണ്. ഖുർആനിൽ പിഴവുണ്ട്, ഖുർആനിൽ ആവർത്തനങ്ങളുണ്ട്. എവിടെയെല്ലാം വിശുദ്ധമായ ഖുർആനിൽ ആവർത്തിച്ചു വന്നോ അതെല്ലാം പ്രത്യേക പോയിന്റുകൾക്ക് വേണ്ടിയാണോ. അത് പരിഭാഷ കൊണ്ട് ഖുർആൻ പഠിച്ചാൽ തിരിയില്ല ചങ്ങായി. അതുകൊണ്ട് നമ്മളെ മക്കൾക്ക്, നമ്മളെ മക്കളും വിശുദ്ധമായ വഴിയിലൂടെ ചലിക്കണം. അതിന് വേണ്ടത് ചെറുപ്രായത്തിൽ തന്നെ, നിസ്കാരം കൊണ്ട് കൽപ്പിക്കുന്നതിന് മുൻപായിട്ട് തന്നെ നമ്മുടെ മക്കൾക്ക് നമ്മൾ എന്ത് പഠിപ്പിച്ചു കൊടുക്കണം? ഹബീബിനെ പരിചയപ്പെടുത്തണം. ഇതാണ് ഫതുഹുൽ മുഈൻ. ആ തുടക്കത്തിൽ എത്ര, എൻ്റെ പേജ് എത്രയാണ്? 7-ാം പേജിൽ പറയുന്നുണ്ട്, അവ്വലു വാജിബിൻ അലൽ ആബായി ഹത്താ അലൽ അംരി ബിസ്സലാ. മാതാപിതാക്കളെ മേലിൽ വാജിബായതിൽ ഏറ്റവും ആദ്യത്തത് നിസ്കാരം കൊണ്ടുള്ള കൽപ്പനയുടെ അതിൻ്റെ മുൻപ് വരെ, അതിനേക്കാളും ആദ്യം മക്കൾക്ക് നാം അറിയിച്ചു കൊടുക്കേണ്ടത് എന്താ? അതുപോലെ നേരെ LKGക്കും UKGക്കും ആക്കലല്ല, അവരെ ഹിഫ്ളിനാക്കലല്ല. അക്ഷരങ്ങൾ അറിയാത്ത ചെറിയ മക്കളെ ഖുർആൻ മനപ്പാഠമാക്കാൻ കൊണ്ടേക്കും. അതൊന്നുമല്ല ആദ്യമായ വാജിബ്. പിന്നെന്താ? തഅലീമുഹു ഇൽമു മയ്യിസി, വകതിരിവെത്തിയ ഈ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കലാണ്. എന്ത്? അന്ന നബിയനാ മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബുഇസ ബിമക്കത്ത. നിശ്ചയം നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബുഇസ ബിമക്കത്ത, മക്കയിലാണ് റസൂലായി നിയോഗിക്കപ്പെട്ടത്. ആ തുടക്കടന്നാണ് എല്ലായിടത്തും റസൂല. കാഫത്തിൽ സഖലൈൻ ഇജ്മാ, ചിന്നുവർഗത്തിലേക്കും
മനുഷ്യവർഗത്തിലേക്കുമുള്ള റസൂലാണ്. എന്നാൽ അത് ആ നിയോഗം എവിടുന്ന ഉണ്ടായത്? ബിമക്കത്ത, മക്കയിൽ വെച്ച്. ഇത് ചെറിയ മക്കൾക്ക് ആദ്യം പറഞ്ഞ് മനസ്സിലായി കൊടുക്കും. ഓൽക്ക് തിരിഞ്ഞില്ലെങ്കിലും അതാണ് പറഞ്ഞു കൊടുക്കുക. വവുലിദ ബിഹ, മക്കയിൽ തന്നെയാണ് ഹബീബ് ജനിച്ചത്. വദുഫിന ബിൽ മദീന, മദീനയിൽ മറമാടപ്പെട്ടു. വമാത ബിൽ മദീന, മദീനയിൽ വഫാത്തായി. വദുഫിന ബിഹ, മദീനയിൽ മറമാടപ്പെട്ടു. ചെറിയ മക്കൾക്ക് നമ്മളിത് പഠിപ്പിച്ചു കൊടുക്കണം. അപ്പം കണ്ടോ, അപ്പം തന്നെ ചെറിയ കുഞ്ഞു ആ കുരുന്ന് മനസ്സുകളിൽ സ്ഥലം പിടിക്കും. എന്ത്? നമ്മുടെ നബി, നമ്മുടെ നബി. ഞമ്മക്ക് ചെറുപ്പത്തിൽ ബാപ്പര് പാട്ടടിയുന്നു, നമ്മുടെ നബിയെ പെറ്റത് മക്ക, മാത മുഹമ്മദ് ബിൽ മദീന. അള്ളാനെ കണ്ട നബി, അർശിങ്ങൽ ചെന്ന നബി, അഞ്ചക്തും ഫർലാക്കി, അദ്വൈച്ചവരെ കുഫറാക്കി. മുഖ്തസറായ പാട്ടാണ്. കുറേ ഭയാനൊക്കെ ഉണ്ട്, വിശദീകരണം അർഹിക്കുന്നതാണെങ്കിലും. അപ്പം ചെറുപ്പത്തിലെ നമ്മുടെ നബി മനസ്സിക്ക് വരികയാണ്. മക്ക, മദീന. ഏതോ ഒരു മുസ്ലിയാർ മക്കയും മുക്കയും സമമാണെന്ന് സംസാരിച്ചു. അത് വട്ട. പിന്നെ എല്ലാ ആളുകളും മദീനയിൽ മരിക്കാൻ ആഗ്രഹിക്കുന്നു, ഞാനോ അത് ആഗ്രഹിക്കുന്നില്ല. ഞാൻ എൻ്റെ അരികത്തേക്ക് മദീന വരും. മനസ്സിലുള്ള എല്ലാം കൂടി വിളിച്ച് പറയരുത്. മനസ്സിലുള്ള എല്ലാ ആശയങ്ങളും കൂടി, ചില കുറേ പൊട്ടാശയങ്ങളായിരിക്കും, അതത് മനിയന്മാരോട് പറയരുത്. അത് പറഞ്ഞുകൊണ്ട് വലിയ ആളാവില്ല. അതുകൊണ്ട് ആള് ചെറുതായി കയറും. ഞമ്മക്ക് മക്കയും മദീനയും മുത്തുനബിയും കഅബയിലേക്ക് വലുത് തന്നെയാണ്. അവനാനെ വലുതാക്കാൻ വേണ്ടി മക്കയെ ചെറുതാക്കരുത്. അതുകൊണ്ട് ചങ്ങായി ഇജ് ചെറുതാവുള്ളൂ. മക്കയും മദീനയും മുത്തുനബിയും എന്നും വലുതാ. അള്ളാഹു ഹിദായത്തിട്ട് കൊടുത്തവരുടെ മനസ്സിൽ അള്ളാഹു നമ്മളെ ബന്ധപ്പെട്ടവരൊക്കെ നന്നാക്കി തരട്ടെ. അപ്പം ആദ്യമായി കുഞ്ഞു മനസ്സുകളിലേക്ക് ഇട്ടുകൊടുക്കേണ്ടത് നമ്മുടെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ റസൂലായി നിയോഗിക്കപ്പെട്ട സ്ഥലം മക്കയാണ്. മക്കയിലാണ് മുത്തുനബി ജനിച്ചത്. മദീനയിലാണ് മുത്തുനബി വഫാത്തായത്. അവിടെ തന്നെയാണ് മറവ് ചെയ്യപ്പെട്ടത്. അപ്പോൾ ചോദിക്കും, ഇപ്പച്ചിയെ ആരാണ് നബി? ആരാണ് നമ്മുടെ നബി? ആ പയൻസിൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. എവിടെയാണ് മക്ക? എവിടെയാണ് മദീന? അങ്ങനെ പ്രവാചകനിലൂടെ അള്ളാഹുവിലേക്ക്, മുത്തുനബിയിലൂടെ അള്ളാഹുവിലേക്ക് എത്തും. അങ്ങനെ അള്ളാഹു റസൂൽ, അള്ളാഹു മുത്തുനബി, ഇത് ചെറുപ്പത്തിലേ അങ്ങ് രൂഢമൂലമാവും. പിന്നെ മക്കൾ അങ്ങനെ വളരുള്ളൂ. ഇത് ആദ്യമായിട്ട് കുട്ടി ABCD പറഞ്ഞാൽ അത് തന്തക്കും തള്ളക്കും വിവരമില്ലാത്തതുകൊണ്ടാണ്, അന്തല്ലാത്തതുകൊണ്ടാണ്. അല്ലാഹു തആല നമ്മളെ അഇമ്മത്തെ എങ്ങനെയാണോ നമ്മളെ പഠിപ്പിച്ചത് അങ്ങനെ പഠിച്ച് അമൽ ചെയ്ത് ജീവിച്ച് മുന്നോട്ട് ഗമിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. മഹ്മൂദത്തായ ആക്കിബത്ത് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ചെറിയൊരു മങ്ങൽ അങ്ങനെ വെച്ചതാക്കും.